നമസ്കാരം. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഏവരും സംഭാവന ചെയ്യുന്ന തിരക്കിൽ തന്നെയാണ് ഇത്. വയനാട്ടിൽ ഉണ്ടായിട്ടുള്ള ഈ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ നിന്നും വയനാട് ജനതയെ സാധാരണ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി മുഖ്യമന്ത്രിയും സർക്കാരും വിഭാവനം ചെയ്തിട്ടുള്ള ഈ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈയച്ച് തന്നെ എല്ലാവരും സഹായിച്ചു കൊണ്ടിരിക്കുന്നു. ദുരിതാശ്വാസ നിധിയിലേക്ക് ഭേദപ്പെട്ട തുകകൾ നൽകുന്ന ആളുകളുടെ പേരുവിവരങ്ങൾ അതാത് ദിവസങ്ങളിലെ ദിനപത്രങ്ങളിൽ അടയാളപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ഇത്തരം പേരുവിവരങ്ങൾ പരിശോധിക്കുന്നതിനിടയിലാണ് മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദന്റെ പേഴ്സണൽ സ്റ്റാഫിൽ ഉണ്ടായിരുന്ന പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരുന്ന അഡ്വക്കേറ്റ് കെ എം ഷാജഹാൻ ചില പേരുകൾ അദ്ദേഹത്തിന്റെ കണ്ണിൽപ്പെടുന്നു. ദിനപത്രങ്ങളിൽ നിന്നും അദ്ദേഹം കണ്ടെത്തിയ ഒരു പേര് വെള്ളാപ്പള്ളി നടേശൻ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് 25 ലക്ഷം രൂപ സംഭാവന കൊടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. ഈ വിഷയത്തിൽ പൊട്ടിത്തെറിച്ചുകൊണ്ട് തന്നെയാണ് അഡ്വക്കേറ്റ് കെ എം ഷാജഹാൻ പ്രതികരിച്ചത്. എസ് എൻ ട്രസ്റ്റിന്റെ കീഴിലുള്ള SNDP യൂണിയന്റെ കീഴിലുള്ള കോളേജുകളിലൂടെയും സ്കൂളുകളിലൂടെയും വർഷം പ്രതി അധ്യാപക അനധ്യാപക നിയമനത്തിലൂടെ 100 കോടി രൂപയിലധികമാണ് വെള്ളാപ്പള്ളി നടേശൻ പ്രതിവർഷം സമ്പാദിക്കുന്നത് എന്നാണ് അഡ്വക്കേറ്റ് കെ എം ഷാജഹാൻ പറയുന്നത്. ഇത്തരത്തിൽ 100-120 കോടി വരെയാണ് വെള്ളാപ്പള്ളി നടേശന്റെ പ്രതിവർഷ വരുമാനം എന്ന് അഡ്വക്കേറ്റ് കെ എം ഷാജഹാൻ എടുത്തെടുത്ത് പറയുന്നു. അങ്ങനെയുള്ള ഒരാൾ എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കേവലം 25 ലക്ഷം രൂപ, ഇതിന് കെ എം ഷാജഹാൻ പറയുന്നത് 25 ലക്ഷം ഉലുവ എന്നാണ്. 25 ലക്ഷം രൂപ എന്തിനാണ് വെള്ളാപ്പള്ളി നടേശൻ കൊടുത്തത്? ഇത് ഒരു തരത്തിൽ അവിടെ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ അതിദാരുണമായി കൊല്ലപ്പെട്ട ആളുകളെയും മുഖ്യമന്ത്രി പിണറായി വിജയനെയും പല്ലിളിച്ച് കാണിക്കുന്നതിന് തുല്യമാണ്, അവഹേളിക്കുന്നതിന് തുല്യമായി പോയി എന്നാണ് അഡ്വക്കേറ്റ് കെ എം ഷാജഹാൻ വെള്ളാപ്പള്ളി നടേശനെ അതിനിശിതമായ രീതിയിൽ തന്നെ വിമർശിച്ചുകൊണ്ട് പറഞ്ഞത്. വെള്ളാപ്പള്ളി നടേശന്റെ മുൻപിൽ ഇവിടെയുള്ള രാഷ്ട്രീയക്കാർ അത് വലിപ്പച്ചെറുപ്പങ്ങളില്ലാതെ സാധാരണ ബൂത്ത് തലത്തിലുള്ള പ്രവർത്തകൻ മുതൽ മുതിർന്ന നേതാക്കളും മന്ത്രിമാരും അടക്കമുള്ള രാഷ്ട്രീയ നേതാക്കൾ അവരുടെ മൂക്ക് മുട്ടിൽ മുട്ടത്തക്ക രീതിയിൽ മുതു കുനിച്ചു പിടിച്ചുകൊണ്ട് വെള്ളാപ്പള്ളി നടേശനെ വണങ്ങി നിൽക്കുന്ന കാഴ്ചയാണ് നാം കാണാറുള്ളത്. ഇതിന് എന്ത് മഹിമയാണ് വെള്ളാപ്പള്ളി നടേശനുള്ളത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല എന്നുകൂടി അഡ്വക്കേറ്റ് കെ എം ഷാജഹാൻ എടുത്തു പറയുന്നു. കേരളത്തിൽ SNDP സമുദായത്തിന്റെ വോട്ടുകൾ വെള്ളാപ്പള്ളി നടേശന്റെ കക്ഷത്തിലാണ് എന്നാണ് മിക്ക രാഷ്ട്രീയ കക്ഷികളുടെയും ധാരണ. എന്നാൽ അത് തെറ്റാണ്. വെള്ളാപ്പള്ളി നടേശൻ ഇടതുപക്ഷം ജയിക്കും എന്ന് പറഞ്ഞാൽ അപ്പോൾ ഇടതുപക്ഷം തോൽക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അഥവാ വെള്ളാപ്പള്ളി നടേശൻ UDF ജയിക്കും എന്ന് എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സന്ദർഭങ്ങളിലൊക്കെ UDF തോറ്റിട്ടുണ്ട് എന്നുകൂടി അഡ്വക്കേറ്റ് കെ എം ഷാജഹാൻ എടുത്തു പറയുന്നു. അതുകൊണ്ട് തൻ്റെ കയ്യിൽ ഉണ്ട് എന്ന് പറയുന്ന വോട്ട് ബാങ്കിൽ വെള്ളാപ്പള്ളി നടേശന് യാതൊരു സ്വാധീനവുമില്ല. SNDP യൂണിയന്റെ വോട്ടുകൾ വെള്ളാപ്പള്ളി നിർണ്ണയിക്കുന്നത് പോലെയല്ല, നിശ്ചയിക്കുന്നത് പോലെയല്ല നടക്കുന്നത് എന്ന് തന്നെയാണ് അഡ്വക്കേറ്റ് കെ എം ഷാജഹാൻ പറയുന്നത്. കള്ള് കച്ചവടത്തിലൂടെയും SN ട്രസ്റ്റിന്റെയും SNDPയുടെയും കീഴിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൂടെ നടത്തുന്ന നിയമനങ്ങളിലൂടെയുമെല്ലാം പ്രതിപക്ഷം കോടാനുകോടി രൂപ സമ്പാദിക്കുന്ന അല്ലെങ്കിൽ കോഴ വാങ്ങുന്ന വെള്ളാപ്പള്ളി നടേശൻ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ചുരുങ്ങിയത് 1 കോടി രൂപയെങ്കിലും സംഭാവന നൽകേണ്ടതായിരുന്നു എന്നാണ് അഡ്വക്കേറ്റ് കെ എം ഷാജഹാൻ തുറന്നടിക്കുന്നത്. വെള്ളാപ്പള്ളി നടേശന് മുമ്പിൽ മുട്ടുകുത്തി ഓച്ചാനിച്ച് നിൽക്കുന്ന രാഷ്ട്രീയക്കാരെയും വെള്ളാപ്പള്ളി നടേശൻ പൊതുസമൂഹത്തോട് ചെയ്യുന്ന ഇത്തരത്തിലുള്ള നെറികേടുകളെയും നീതികേടുകളെയും എല്ലാം പൊളിച്ചടുക്കിക്കൊണ്ട് വെള്ളാപ്പള്ളി നടേശന്റെ അനധികൃതമായ നിയമനങ്ങളെക്കുറിച്ചുമെല്ലാം അതിനിശിതമായ ഭാഷയിൽ വെള്ളാപ്പള്ളിയെയും വെള്ളാപ്പള്ളിയുടെ മകനെയും വെള്ളാപ്പള്ളിയുടെ കുടുംബത്തെയും അതിനിശിതമായി കീറി മുറിച്ച് സംസാരിച്ചുകൊണ്ട് അഡ്വക്കേറ്റ് കെ എം ഷാജഹാൻ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. നടേശൻ, നിങ്ങൾ എന്തിനാണ് അവിടെ മരിച്ച ആളുകളെ ഇതുപോലെ അപകീർത്തിപ്പെടുത്തുന്നത്? 25 ലക്ഷം ഉലുവ കൊടുത്തിട്ട് അവരെ എന്തിനാണ് നിങ്ങൾ ഇത്രയും അപകീർത്തിപ്പെടുത്തുന്നത്? അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഒരു വർഷം 100 കോടി രൂപ ഉണ്ടാക്കുന്നവനാണ് ഈ 200 ചില്ലാനും പാവപ്പെട്ടവർ ഒരു വലിയ ഉരുൾപൊട്ടലിൽ മരിച്ച് മണ്ണടിഞ്ഞപ്പോൾ അതിന് 25 ലക്ഷം രൂപ കൊടുക്കുന്നു നടേശൻ. എൻ്റെ നടേശ, നാണമുണ്ട്. പക്ഷേ അതിനുള്ള ബോധമൊന്നും നിങ്ങളുടെ തലയിലില്ല. കള്ള് കച്ചവടം നടത്തിയല്ലേ നിങ്ങൾ ഇവിടെ വരെ വന്നത്? നിങ്ങളുടെ മുമ്പിൽ എല്ലാ രാഷ്ട്രീയക്കാരനും ഈ പറഞ്ഞ മൂക്ക് മുട്ടയും മുട്ടിച്ച് നിൽക്കുകയല്ലേ? നിങ്ങളെ അഴിമതി കേസുകളിൽ നിന്ന് രക്ഷപ്പെടുത്തിക്കൊണ്ടല്ലേ നിങ്ങൾ പറയുന്നത് അടുത്ത തവണയും പിണറായി വിജയൻ ജയിച്ചു വരാം, 3-ാം തവണയും ഭരിക്കാം എന്ന് നിങ്ങൾ പറയുന്നത്? ഒരു വശത്ത് പിണറായി വിജയൻ ജയിക്കണമെന്ന് പറയുന്നു നിങ്ങൾ, മറുവശത്ത് നിങ്ങളും ഭാര്യയും കൂടെ ചേർന്ന് കുറേ ഈഴവരുടെ വോട്ടുകൾ BJPയിലേക്ക് കൊടുക്കുന്നു.
നിങ്ങളുടെ മകനെ BJPയിൽ നിർത്തിക്കൊണ്ട് നിങ്ങൾ BJPയുടെ ആനുകൂല്യങ്ങളെല്ലാം മേടിക്കുന്നു. ഈ പണി നടത്തിക്കൊണ്ടിരിക്കുന്ന നടേശ, നിങ്ങൾ എന്തിനാണ് മരിച്ചവരെ അപകീർത്തിപ്പെടുത്തുന്നത് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ദയവ് ചെയ്ത് മരിച്ച പാവങ്ങളെ അപകീർത്തിപ്പെടുത്തുകയും പരിഹസിക്കുകയും അവരെ അപഹസിക്കുകയും ചെയ്യരുത് എന്നാണ് ഈ കള്ള് കച്ചവടക്കാരനായിട്ടുള്ള വെള്ളാപ്പള്ളി നടേശനോട് എനിക്ക് പറയാനുള്ളത്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകിയവരുടെ വിശദാംശങ്ങൾ എല്ലാ ദിവസവും പത്രത്തിൽ വരാറുണ്ട്. ഞാനത് സംബന്ധിച്ച് ഒരു വീഡിയോ വിശദമായി ചെയ്തു, അത് അപ്ലോഡ് ചെയ്തിട്ടില്ല. ഞാൻ ഇന്ന് പത്രത്തിൽ നോക്കുമ്പോൾ ആ സംഭാവന നൽകിയവരുടെ കൂട്ടത്തിൽ ഒരു ആളുടെ സംഭാവന എന്നെ വല്ലാതെ ആകർഷിച്ചു. അതെന്താണെന്ന് ചോദിച്ചാൽ, SNDP യോഗത്തിൻ്റെ മഹാനായ ജനറൽ സെക്രട്ടറി ശ്രീമൻ വെള്ളാപ്പള്ളി നടേശൻ, ശ്രീനാരായണ ഗുരുവിൻ്റെ പുതിയ അവതാരം, അയാൾ 25 ലക്ഷം രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് SNDP യോഗത്തിന് വേണ്ടി 25 ലക്ഷം രൂപ കൊടുത്തിരിക്കും. എനിക്ക് ഉളുപ്പില്ലാത്ത ലജ്ജയില്ലാത്ത ഈ നടേശനോട് ചോദിക്കാനുള്ളത്, ശ്രീമൻ നടേശൻ, നിങ്ങൾ എന്തിനാണ് അവിടെ മരിച്ച ആളുകളെ ഇതുപോലെ അപകീർത്തിപ്പെടുത്തുന്നത്? 25 ലക്ഷം ഉലുവ കൊടുത്തിട്ട് അവരെ എന്തിനാണ് നിങ്ങൾ ഇത്രയും അപകീർത്തിപ്പെടുത്തുന്നത്? അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. 10,250 ആളുകൾ മരിച്ചു. ആയിരക്കണക്കിന് ആളുകൾ ദുരിതബാധിതരായി അവിടെ അലഞ്ഞു തിരിയുകയാണ്. അവർക്ക് 25 ലക്ഷം രൂപ. നാണമുണ്ടോ മിസ്റ്റർ നടേശൻ? നിങ്ങൾക്ക് നാണമുണ്ടോ? ഈ നടേശനാണല്ലോ കേരളത്തിലെ ഇപ്പോഴത്തെ വലിയ പ്രധാനപ്പെട്ട കഥാപാത്രം. അയാളുടെ മുമ്പിൽ പോയി എല്ലാ രാഷ്ട്രീയക്കാരും ഇങ്ങനെ മുട്ടയെ മുട്ടിച്ച് നിൽക്കുകയാണ്. ഒരൊറ്റ രാഷ്ട്രീയക്കാരൻ മാത്രം അയാളോട് വെക്കുന്ന നടേശ പണം എന്ന് പറയാൻ ഉണ്ടായിരുന്നുള്ളൂ. ആ നേതാവ് ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്, ആരാണെന്ന് ഞാൻ പറയുന്നില്ല. ബാക്കിയുള്ളവരൊക്കെ തലേ തുണിയിട്ടും തലേ തുണിയിടാതെ അയാളുടെ മുമ്പിൽ വന്ന് ഇങ്ങനെ മൂക്കെ മുട്ടിച്ച് നിൽക്കുന്നതാണല്ലോ നമ്മൾ കാണുന്നത്. കാരണം അയാളുടെ കയ്യിൽ എന്തോ ഈഴവരുടെ വോട്ട് ബാങ്ക് ഉണ്ടെന്നാണ് അവകാശവാദം. ഒന്നുമില്ല. അയാൾ ഇടത് ജയിക്കുമെന്ന് പറയുമ്പോൾ ഇടത് തോക്കും, ഇടത് തോക്കുമെന്ന് പറയുമ്പോൾ ഇടത് ജയിക്കും. ഇതൊക്കെ നമ്മൾ പലതവണ കണ്ടിട്ടുള്ളതാണ്. UDF തോക്കുമെന്ന് പറയുമ്പോൾ UDF ജയിക്കും, UDF ജയിക്കുമെന്ന് പറയുമ്പോൾ UDF തോക്കും. ഇതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. പക്ഷേ ഇവിടുത്തെ രാഷ്ട്രീയക്കാരൻ്റെ എല്ലാം വിചാരം ഏതാണ്ട് വെള്ളാപ്പള്ളി നടേശൻ്റെ 2 ഘട്ടത്തിലും ആണ് ഈഴവരുടെ വോട്ടുകൾ മുഴുവൻ ഇങ്ങനെ പിടിച്ചു വെച്ചിരിക്കുന്നതാണ് അവർ ധരിച്ചില്ല. അത് അവരുടെ വിവരക്കേട്. അത്രയേ ഉള്ളൂ എനിക്ക് അവരെക്കുറിച്ചിട്ട് പറയാനുള്ളൂ. ഇലക്ഷൻ വരുമ്പോൾ എല്ലാവരും പോവും. ഇയാളുടെ പൊട്ടത്തരം നമ്മൾ എന്തുമാത്രം തവണ കേട്ടിട്ടില്ല. ഒരു മരപ്പൊട്ടനായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അയാളോട് ഇച്ഛാശക്തിയോടും ആർജവത്തോടുകൂടിയും നിന്ന് ഫൈറ്റ് ചെയ്യാനായിട്ട് ഒറ്റ നേതാവ് ഉണ്ടായിരുന്നുള്ള നേതാവിൻ്റെ പേര് VS അച്യുതാനന്ദൻ എന്നായി. അയാൾക്കെതിരെ കേസുകൾ എത്ര എണ്ണമുള്ളത്? അഴിമതി കേസുകൾ എത്ര എണ്ണമുണ്ട്? ഒരു പാവപ്പെട്ട ഒരു ആത്മഹത്യയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കേസുണ്ട്. പക്ഷേ ഇതിലൊന്നും ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം എന്താ? കേരളത്തിലെ ഭരണകൂടവും കേന്ദ്രത്തിലെ ഭരണകൂടവും അയാളുടെ 2 ഘട്ടത്തിലിരിക്കുകയാണ്. പിണറായി വിജയൻ അയാളുടെ ഒരു ഘട്ടത്തിലിരിക്കുകയാണ്, മറ്റൊരു ഘട്ടത്തിൽ BJP ഇരിക്കുകയാണ്. അയാളുടെ മകനൊരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കി അവൻ BJPയുടെ കൂടെ നിൽക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായും അയാൾക്കെതിരായിട്ടുള്ള അഴിമതിയൊന്നും ആരും അന്വേഷിക്കില്ല. എന്നിട്ട് അയാൾ വന്നിരുന്ന് പൊട്ടത്തരം വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കണം. ശ്രീനാരായണ ഗുരു ആരംഭിച്ചൊരു പ്രസ്ഥാനമാണ്. ആ പ്രസ്ഥാനം നടേശൻ്റെ കയ്യിലാണ്. ഇപ്പോൾ എത്ര ഗതികെട്ട അവസ്ഥയാണ്. അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. എനിക്കിവിടെ പറയാനുള്ള പോയിന്റ് ഇത്രയേ ഉള്ളൂ. ഈ നടേശന് നാണമുണ്ടോ? 25 ലക്ഷം രൂപ. ഇതിനേക്കാൾ എത്രയോ നല്ലതായിരുന്നു ഒറ്റ പൈസ പോലും കൊടുക്കാതിരുന്നത്. അതിൻ്റെ കാരണം എന്താ? കോടികളല്ലേ നടേശൻ എല്ലാ വർഷവും കൈക്കൂലിയായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഞാനിന്ന് അയാൾ 25 ലക്ഷം രൂപ കൊടുത്തപ്പോൾ ഞാനൊന്ന് അന്വേഷിച്ചു എത്ര കോളേജും എത്ര സ്കൂളും അയാളുടെ കയ്യിലുണ്ടെന്ന്, എത്ര എയ്ഡഡ് കോളേജുകളും എത്ര എയ്ഡഡ് സ്കൂളുകളും അയാളുടെ കയ്യിലുണ്ടെന്ന് ഞാൻ അന്വേഷിച്ചപ്പോൾ SNDP യോഗത്തിന് SN ട്രസ്റ്റിനും കൂടെ ചേർന്ന് ഏതാണ്ട് 17ഓളം എയ്ഡഡ് കോളേജുകളും ഏതാണ്ട് 40ഓളം സ്കൂളുകളും ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അയാളുടെ എയ്ഡഡ് കോളേജുകളിൽ അധ്യാപകർക്കുള്ള നിയമത്തിനുള്ള കോഴ ഏതാണ്ട് 80 ലക്ഷം രൂപയാണെന്നാണ് ഞാൻ കേട്ടത്. 80 ലക്ഷം രൂപ. അയാളുടെ ഈ 17 കോളേജുകളും കൂടെ ഒരു വർഷം 50 വേക്കൻസികളെങ്കിലും ഉണ്ടായാൽ അയാൾക്ക് കോളേജുകളിൽ നിന്നുള്ള ഈ അധ്യാപകരുടെ പേരിൽ കോഴ മേടിക്കുന്നത് മാത്രം ഏതാണ്ട് ഒരു 40 കോടി രൂപ അയാളുടെ പോക്കറ്റിൽ കിടക്കും ഒരു വർഷം. 40 കോടി കോളേജിൽ നിന്ന് മാത്രം.
ഇനി സ്കൂളിൽ നമ്മൾ 10-40 സ്കൂളുണ്ടെന്ന് പറഞ്ഞാൽ ഒരു സ്കൂളിൽ 5 വേക്കൻസി ഒരു വർഷം വരുന്നു വിചാരിക്കുക, എയ്ഡഡ് സ്കൂളിൽ. ആ ഇനത്തിൽ ഏതാണ്ട് ഒരു 10-80 കോടി രൂപയുടെ പോക്കറ്റിൽ കിടക്കും എന്ന് പറയുമ്പോൾ ഈ നടേശൻ, ഈ ശ്രീനാരായണ ഗുരുവിൻ്റെ നേരവകാശി, SNDP യോഗത്തിൻ്റെയും SN ട്രസ്റ്റിൻ്റെയും ഏക ഛത്രാധിപതി, അയാളുടെ സ്കൂളുകളിലും കോളേജുകളിൽ നിന്നും കോഴയായിട്ട് ഒരു വർഷം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് 100 കോടി രൂപ കൂടുതലാണ്. 100 മുതൽ 120 കോടി രൂപ വരെ. അതൊരു അണ്ടർ എസ്റ്റിമേറ്റ് ആണെന്നാണ് എൻ്റെ ഓർമ്മ, ഞാൻ പറയുന്നു. അപ്പോൾ ഒരു വർഷം 100 മുതൽ 120 കോടി രൂപ വരെ കോഴയായി ഉണ്ടാക്കുന്ന നടേശൻ, അതുപോലെ തന്നെ അയാൾക്ക് മെഡിക്കൽ കോളേജൊക്കെ ഉണ്ട്. മെഡിക്കൽ കോളേജുകൾ 6, 7, 8, 10 അതിലൂടെ അയാൾ ഉണ്ടാക്കുന്ന പൈസ കോഴ അതൊന്നും ഞാൻ കൂട്ടുന്നില്ല, സ്കൂളിൻ്റെ കോളേജിൻ്റെ മാത്രം കൂട്ടുന്നുള്ളൂ. അതൊരു അണ്ടർ എസ്റ്റിമേറ്റ് ആണെന്ന് എനിക്കറിയാം. ഓരോ വർഷവും 100-ലധികം കോടി രൂപയുടെ കോഴ സ്കൂളുകളിൽ നിന്നും കോളേജുകളിൽ നിന്നും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഈ നടേശൻ, ഈ ശ്രീനാരായണ ഗുരുവിൻ്റെ നേരവകാശി. ശ്രീനാരായണ ഗുരു, നമ്മൾ ഈ നേരവകാശി എന്ന് പറയുമ്പോൾ ശ്രീനാരായണ ഗുരു പറഞ്ഞാൽ ഇംഗ്ലീഷിൽ ഉപയോഗമുണ്ട്, വിൽ ടേൺ ഇൻ ദ ഗ്രേവ് എന്ന് നമ്മൾ പറയും. അതായത് മരിച്ചവരെ അപകീർത്തിപ്പെടുത്തുന്നതിനാണ് ടേൺ ഇൻ ദ ഗ്രേവ് എന്ന് പറയും. അതുകൊണ്ട് ശ്രീനാരായണ ഗുരുവിൻ്റെ നേരവകാശി എന്നുള്ള ഉപയോഗം ഞാൻ പിൻവലിക്കുന്നു. അയാൾ കോഴയായിട്ട് ഒരു വർഷം 100 കോടി രൂപ ഉണ്ടാക്കുന്നവനാണ്. ഈ 200 ചില്ലാനും പാവപ്പെട്ടവർ ഒരു വലിയ ഉരുൾപൊട്ടലിൽ മരിച്ച് മണ്ണടിഞ്ഞപ്പോൾ അതിന് 25 ലക്ഷം രൂപ കൊടുക്കുന്നു നടേശൻ. എൻ്റെ നടേശ, നാണമുണ്ടോ നിങ്ങൾക്ക്? എൻ്റെ നടേശ, നിങ്ങൾക്ക് ലജ്ജയുണ്ടോ? 100-120 കോടി രൂപയുടെ എത്ര ശതമാനം വരും നടേശ? 25 ലക്ഷം പോയിന്റ് കഴിഞ്ഞിട്ട് ഒരു 10-15 പൂജ്യം കഴിഞ്ഞിട്ട് ഉള്ള ശതമാനമല്ലേ വരുന്നത്? നാണമുണ്ടോ നിങ്ങൾക്ക്? നാണം. 1 കോടി രൂപയെങ്കിലും ഈ കോഴ കിട്ടിയ 120 കോടി രൂപ ഓരോ വർഷവും കോഴയായിട്ടുണ്ടാക്കുമ്പോൾ അതിൽ 1 കോടി രൂപയെങ്കിലും ആ പാവപ്പെട്ട് മരിച്ച് മണ്ണടിഞ്ഞവർക്ക് വേണ്ടി അല്ലെങ്കിൽ അവരുടെ ബന്ധുക്കൾക്ക് വേണ്ടി കൊടുക്കാനുള്ള ഒരു ബോധം നിങ്ങൾക്കുണ്ടാകേണ്ടതല്ലായിരുന്നു. പക്ഷേ അതിനുള്ള ബോധമൊന്നും നിങ്ങളുടെ തലയിലില്ല. കള്ള് കച്ചവടം നടത്തിയല്ലേ നിങ്ങൾ ഇവിടെ വരെ വന്നത്? നിങ്ങളുടെ മുമ്പിൽ എല്ലാ രാഷ്ട്രീയക്കാരനും ഈ പറഞ്ഞ മൂക്ക് മുട്ടിച്ച് നിൽക്കുകയല്ലേ? നിങ്ങളെ അഴിമതി കേസുകളിൽ നിന്ന് രക്ഷപ്പെടുത്തിക്കൊണ്ടല്ലേ നിങ്ങൾ പറയുന്നത് അടുത്ത തവണയും പിണറായി വിജയൻ ജയിച്ചു വരാം, 3-ാം തവണയും ഭരിക്കാം എന്ന് നിങ്ങൾ പറയുന്നത്? ഒരു വശത്ത് പിണറായി വിജയൻ ജയിക്കണമെന്ന് പറയുന്നു നിങ്ങൾ, മറുവശത്ത് നിങ്ങളും ഭാര്യയും കൂടെ ചേർന്ന് കുറേ ഈഴവരുടെ വോട്ടുകൾ BJP-യിലേക്ക് കൊടുക്കുന്നു. നിങ്ങളുടെ മകനെ BJP-യിൽ നിർത്തിക്കൊണ്ട് നിങ്ങൾ BJP-യുടെ ആനുകൂല്യങ്ങളെല്ലാം മേടിക്കുന്നു. ഈ പണി നടത്തിക്കൊണ്ടിരിക്കുന്ന നടേശ, നിങ്ങൾ എന്തിനാണ് മരിച്ചവരെ അപകീർത്തിപ്പെടുത്തുന്നത് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ദയവ് ചെയ്ത് മരിച്ച പാവങ്ങളെ അപകീർത്തിപ്പെടുത്തുകയും പരിഹസിക്കുകയും അവരെ അപഹസിക്കുകയും ചെയ്യരുത് എന്നാണ് ഈ കള്ള് കച്ചവടക്കാരനായിട്ടുള്ള വെള്ളാപ്പള്ളി നടേശനോട് എനിക്ക് പറയാനുള്ളത്.